السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ വിശ്വാസിനികളെ, കുഞ്ഞുമക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിലെ 4 നോമ്പുകൾ പൂർത്തിയാക്കി മറ്റൊരു രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ പിന്നിട്ട 4 നോമ്പുകളും രാത്രി നമസ്കാരങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദിനരാത്രങ്ങൾ എത്ര വേഗമാണ് കടന്നു പോകുന്നത്. റമദാൻ പടിവാതിൽക്കൽ എത്തിയപ്പോൾ നമ്മിൽ ഉണ്ടായിരുന്ന ആവേശം ചോർന്നു പോകാതെ കൂടുതൽ കരുത്തോടെ ഇനിയുള്ള ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോമ്പിന്റെ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും ഖുർആനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ എന്നത് അള്ളാഹു നമ്മോട്, അവന്റെ അടിമകളോട് നടത്തുന്ന നേരിട്ടുള്ള സംഭാഷണമാണ്. നമ്മൾ എങ്ങനെ നല്ലൊരു മുസ്ലിമായി ജീവിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹു ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പടച്ച തമ്പുരാൻ അവന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ നിസ്കാരവും ദുആയും നേരെ തിരിച്ചാണ്. അത് നമ്മുടെ നാഥനായ അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിക്കുന്ന സംഭാഷണമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വിശ്വാസി നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവുമായുള്ള സംഭാഷണത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആൻ ഓതുമ്പോൾ റബ്ബ് ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. എന്നാൽ നമസ്കാരത്തിലും ദുആകളിലും നാം അള്ളാഹുവിനോട് സംസാരിക്കുകയും നമ്മുടെ ആവലാദികൾ പറയുകയും ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണിത്. ഈ ഒരു ബോധം നമ്മുടെ നിസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തറാവീഹ് നിസ്കാരങ്ങളിൽ നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. തറാവീഹ് എന്നത് കേവലം കുറച്ച് റക്അത്തുകൾ എണ്ണത്തിനൊത്ത് വേഗത്തിൽ തീർക്കാനുള്ള ഒരു അഭ്യാസമായി മാറരുത്. ഓരോ തവണ നമ്മൾ നിസ്കാരത്തിൽ ഓതുമ്പോഴും അള്ളാഹു അതിന് മറുപടി നൽകുന്നുണ്ടെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. സഹീഹ് മുസ്ലിമിലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നമസ്കാരത്തിൽ ഫാത്തിഹയുടെ പ്രാധാന്യത്തെ പറ്റി പരാമർശിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരടിമ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയും എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അടിമ പറയുമ്പോൾ അള്ളാഹു പറയും, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. എന്റെ അടിമ ചോദിക്കുന്നത് അവന് നൽകുക തന്നെ ചെയ്യും. നമ്മൾ ഓതുന്ന ഓരോ ആയത്തിനും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് മറുപടി ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയോടെ വേണം നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളിൽ നിൽക്കാൻ. അപ്പോൾ നമ്മുടെ വേദനകൾ നമ്മൾ അറിയില്ല, സമയം പോകുന്നത് അറിയില്ല. കാരണം നമ്മൾ നിൽക്കുന്നത് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിലാണ്. നമ്മൾ സംസാരിക്കുന്നത് പ്രപഞ്ചനാഥനോടാണ്. റമദാനിലെ രാത്രികൾ സാധാരണ രാത്രികൾ പോലെയല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ മലക്കെ തുറക്കപ്പെടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ പ്രശസ്തമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. 2 നിബന്ധനകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഈമാൻ, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം.
രണ്ട്, ഇഹ്തിസാബ്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിക്കുക. ആളുകൾ കാണാനോ വെറുതെ ഒരു ശീലത്തിന്റെ പുറത്തോ അല്ല നാം ഈ തറാവീഹ് നിസ്കരിക്കേണ്ടത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം എന്ന ഒറ്റ ചിന്തയിലായിരിക്കണം ഓരോ സുജൂദിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ നിർവഹിക്കുന്ന ഈ തറാവീഹ് നിസ്കാരം അത് കേവലം ഒരു വ്യായാമമല്ല. തറാവീഹ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശ്രമം എന്നാണ്. ഇന്ന് ചിലയിടങ്ങളിലെങ്കിലും നമ്മൾ കാണാറുള്ള ഒരു പ്രവണതയുണ്ട്. കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ശ്വാസം വിടാതെ വളരെ വേഗത്തിൽ ചെറിയ സുഹൃത്തുക്കൾ ഒത്തുതീർത്ത് നിസ്കാരം പൂർത്തിയാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക, നിസ്കാരം എന്നത് നമ്മൾ രാജാതിരാജനായ അള്ളാഹുവിനോട് നടത്തുന്ന സംഭാഷണമാണ്. ദുനിയാവിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ വേഗത്തിൽ സംസാരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മെ സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം അച്ചടക്കം നാം കാണിക്കണം. ഖുർആനിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ഖുർആൻ നീ സാവകാശം വ്യക്തമായി പാരായണം ചെയ്യുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എണ്ണം തികച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുക എന്നതിനേക്കാൾ ഖുശൂ ഉള്ള അച്ചടക്കമുള്ള നിസ്കാരമാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടത്. ഓർക്കുക, അള്ളാഹുവിന് വേണ്ടത് നമ്മുടെ നിസ്കാരത്തിന്റെ വേഗതയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ സാന്നിധ്യമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സംഭാഷണമാണെങ്കിൽ ദുആ എന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മൾ അങ്ങോട്ട് നടത്തുന്ന അപേക്ഷയാണ്. ഈ രാവുകളിൽ നമ്മൾ ദുആകൾക്കും ദിക്റുകൾക്കും വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക. നമ്മൾ നോമ്പുകാരാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ്. ചോദിക്കുന്നത് എന്തും നൽകാൻ തയ്യാറായി നിൽക്കുന്ന റബ്ബാണ് നമുക്കുള്ളത്. എന്നിട്ടും ചോദിച്ചു വാങ്ങാൻ നമ്മൾ മടിക്കുന്നത് എന്തിനാണ്? സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതിനാൽ നിങ്ങൾ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കുക. നെറ്റിത്തടം നിലത്ത് മുട്ടിച്ച് എന്റെ റബ്ബേ, ഞാൻ നിസ്സാരനാണ്, നീയാണ് വലിയവൻ എന്ന് ഏറ്റു പറയുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല. നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളിൽ ചില ആയത്തുകൾ വരുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സുജൂദിന്റെ ആയത്തുകൾ എത്തിയാൽ സുജൂദ് ചെയ്യുകയും ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാറുമുണ്ടായിരുന്നുവെന്നും ഐഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: സജദ വജിഹില്ലദീ ഖലഖഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി. എന്റെ മുഖം അതിനെ സൃഷ്ടിച്ചവനും അവന്റെ കഴിവുകൊണ്ടും കരുത്തുകൊണ്ടും അതിന് കേൾവിയും കാഴ്ചയും നൽകിയവനുമായ അള്ളാഹുവിന് സുജൂദ് ചെയ്തിരിക്കുന്നു. മറ്റു ചില ഹദീസുകളിൽ ഇതിന്റെ ബാക്കിയായി തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുകൂടി കാണാം. അതിനർത്ഥം ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനാകുന്നു എന്നാണ്. നാം ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദമിന്റെ സന്തതി സുജൂദിന്റെ ആയത്ത് ഓതുകയും എന്നിട്ട് സുജൂദ് ചെയ്യുകയും ചെയ്താൽ പിശാച് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. അവൻ പറയും, എന്റെ നാശമേ, ആദമിന്റെ സന്തതിയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, അവനത് ചെയ്തു, അതിനാൽ അവന് സ്വർഗമുണ്ട്. എനിക്കും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു, എന്നാൽ ഞാൻ അത് വിസമ്മതിച്ചു, അതിനാൽ എനിക്ക് നരകമാണുള്ളത്. സഹോദരങ്ങളെ, ശൈത്താനെ പരാജയപ്പെടുത്താനും അള്ളാഹുവിനോട് സംവദിക്കാനുമുള്ള സുവർണ അവസരമാണ് നമ്മുടെ ഈ രാത്രികൾ. അത് പരിപൂർണമായും നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാനിലെ ഈ രാവുകൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സുപ്രധാന നിമിഷങ്ങളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 186-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. നാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് നേരിട്ടായിരിക്കും.
നമ്മുടെ ആവശ്യങ്ങൾ ചെറുതായാലും വലുതായാലും പടച്ചവന്റെ മുന്നിൽ വെക്കുക. റമദാനിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ 3 പേരുടെ പ്രാർത്ഥന നിരസിക്കപ്പെടില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ആദ്യം പറഞ്ഞത് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ അത്താഴ സമയം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരാണ്. ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മുടെ റബ്ബ് ഓരോ രാത്രിയിലും രാത്രിയുടെ 1/3 ഭാഗം ബാക്കിയുള്ളപ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവൻ ചോദിക്കും, എന്നോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ അവന് ഉത്തരം നൽകാം. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം ചോദിക്കുന്നുണ്ടോ? ഞാൻ അവന് അത് നൽകാം. എന്നോട് ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ? ഞാൻ അവന് പുറത്തു കൊടുക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആലി ഇംറാനിൽ സ്വർഗാവകാശികളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവരുടെ ഒരു ഗുണം എടുത്തു പറയുന്നുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരാണ് അവർ. അതുപോലെ റമദാനിൽ നമ്മുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് ഈറനണിയണം. വെറുതെ സമയം കളയുന്നതിന് പകരം ചെറിയ ചെറിയ ദിക്റുകൾ ചൊല്ലുക. കൂടാതെ റമദാനിലെ രാത്രികളിൽ, പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത അതിമഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് റമദാനിലെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അല്ലാഹുവേ നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. പാപങ്ങൾ കരിഞ്ഞു പോകുന്ന മാസമാണിത്. ഈ റമദാൻ കഴിഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അശ്രദ്ധ കാണിക്കരുത്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതുപോലെ ഇനി എത്ര റമദാനുകൾ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമെന്നും അറിയില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. റഹ്മാനായ തമ്പുരാൻ നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ദുആകളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അവൻ നൽകുമാറാകട്ടെ. اللهم إنك عفو تحب العفو فاعف عني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.